ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പരിശുദ്ധ സഭ 40-ാം വെള്ളിയാഴ്ച ആചരിക്കുകയാണ്. ഇന്ന് നാം വാഴ്ച കേൾക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതപ്പെട്ട കർത്താവിൻ്റെ രക്ഷാസുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ്. അതിൻ്റെ 1-ാമത്തെ വചനം ഇപ്രകാരം നാം കാണുന്നുണ്ട്: ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒരു വാക്കാണ് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്നുള്ളത്. കർത്താവിൻ്റെ മാമോദീസായ്ക്ക് ശേഷം യോഹന്നാനിൽ നിന്ന് സ്നാനമേറ്റതിന് ശേഷം പരിശുദ്ധാത്മാവ് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് മരുഭൂമിയിലേക്കാണ്. മരുഭൂമിയിലെ 40 ദിനം ഉപവസിച്ചതിന് ശേഷം പ്രലോഭകൻ അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നുണ്ട്. പരീക്ഷണം ഒരു ശിക്ഷയല്ല, രൂപീകരണമാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്നേഹം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പരീക്ഷണം. യോർദാനിൽ പിതാവാം ദൈവം വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തുടർന്ന് പരിശുദ്ധാത്മാവ് നയിക്കുന്നത് മരുഭൂമിയിലേക്കാണ്. വിശുദ്ധനായ അഫ്രൈം ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം തൻ്റെ പ്രിയപ്പെട്ടവനെ മരുഭൂമിയിലേക്ക് അയക്കുന്നത് ഉപേക്ഷിക്കാനല്ല, അവനെൻ്റെ പ്രിയപുത്രനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിലും നാം ഇപ്പോൾ ആയിരിക്കുന്നത് ചില മരുഭൂമി അനുഭവത്തിലാണോ? എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട്, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട്, കഠിനമായ രോഗത്തിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ, വേദനയുടെ നടുവിലാണോ ഞാനും നിങ്ങളുമായിരിക്കുക? നമ്മോടും പരിശുദ്ധാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നിന്നെ മറന്നതിൻ്റെ അടയാളമല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് ഈ സഹനങ്ങൾ. ദൈവം നമ്മെ മറന്നതിൻ്റെ അടയാളമല്ല ഈ മരുഭൂമി, നേരെ മറിച്ച് പരിശുദ്ധാത്മാവ് നയിക്കുന്നതിൻ്റെ അടയാളമാണ്. യോർദാനിൽ കേട്ട ശബ്ദം യേശുക്രിസ്തു മരുഭൂമിയിലായിരിക്കുമ്പോഴും അവിടെയും കേൾക്കുന്നുണ്ട്: നീ എൻ്റെ പ്രിയപുത്രനാണ്. നമ്മുടെ ജീവിതത്തിലും പിതാവിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമായി നമ്മുടെ സഹനങ്ങളുടെ മധ്യത്തിലും കർത്താവിനോടൊത്തായിരിക്കുവാൻ നമുക്കിടയായിത്തീരട്ടെ. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.